നമസ്കാരം. സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സുപ്രഭാതത്തിലേക്ക്. കൊച്ചിൻ എഡിഷൻ സുപ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സുപ്രഭാതത്തിൽ എഴുത്തിന്റെ ലോകത്ത് നിന്നും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുപരിചിതയായ ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ആദരവോടുകൂടി ഈ അതിഥി നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീമതി KA ബീന, സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ സുപ്രഭാതത്തിലേക്ക്. എഴുത്തിന്റെ ലോകം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങിയത് നമ്മൾ ശ്രീം സാനന്ദിനെ ആയിരിക്കും പറഞ്ഞു തുടങ്ങുന്നത്. എഴുത്തിന്റെ ലോകം എന്ന് പറയുമ്പോൾ വളരെ നാളുകളായി തൻ്റെ ഭാഷയിലൂടെ തന്നെ പത്രപ്രവർത്തന രംഗത്തെ തൻ്റെ അനുഭവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് കഴിയുക. എന്തൊക്കെയായിരുന്നു അവ എന്നുള്ളത് പ്രത്യേകിച്ച് ആമുഖത്തിൽ പറയേണ്ട ആവശ്യകതയില്ല. എല്ലാവർക്കും വായനക്കാർക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന കാര്യമാണ്. എന്നും അന്നും മലയാളിയുടെ സ്വകാര്യതയിലെ അഹങ്കാരങ്ങളിൽ ഒന്നാണ് ആകാശവാണി. അതും പറയാതെ തന്നെ അറിയാം, ആകാശവാണിയിലെ ന്യൂസ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററായിട്ട് കഴിഞ്ഞ ഒരു വ്യാഴവട്ടമായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീമതി KA ബീന. അതെ, ഒരുപാട് അലങ്കാരങ്ങളുണ്ട് ബീന ചേച്ചിയെ കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ. മാത്രമല്ല, ബീന ചേച്ചിയുടെ കൂട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ് ബീന ചേച്ചി. കാരണം സ്നേഹപൂർവ്വം വളരെ എന്ത് കാര്യത്തിനും വളരെ പ്രസന്നതയോടെ കൈകാര്യം ചെയ്യാനും കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാനും എന്ത് വിട്ടുവീഴ്ചയ്ക്ക് മുതിരുന്ന ഒരു നല്ലൊരു ചേച്ചിയായിട്ടാണ് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാത്രമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് സനലെ. ബീന ചേച്ചിയെ പറ്റി മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, അതായത് കുറെ കാലങ്ങൾക്ക് മുമ്പ് റഷ്യയെ കുറിച്ച് നമ്മുടെ മനസ്സിലൊക്കെ നല്ലൊരു പിക്ചറായിരുന്നു. അതായത് റഷ്യയിലെ കുട്ടികളെ കുറിച്ച്, പ്രത്യേകിച്ചും പൈനർ ക്യാമ്പിനെ കുറിച്ചും മാർത്തേക്കിനെ കുറിച്ചൊക്കെ വായിച്ചു വളർന്നൊരു ബാല്യം എനിക്കുണ്ട്. ഒരു പക്ഷേ സനലിനും ഉണ്ടായേക്കാം. അപ്പൊ അന്നൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്, ഒന്ന് അവിടെ എത്താൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ അവിടെ ചെല്ലുകയും ആർത്തേക്കിലെ ഒരുപാട് കാലം ഒരു 1.5 മാസത്തോളം അവിടെ ചെലവിടുകയും ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി, തൻ്റെ അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ആ ഓർമ്മകളൊക്കെ അതിമനോഹരമായിട്ട് ബീന കണ്ട റഷ്യ എന്ന പുസ്തകത്തിലൂടെ നമുക്കായി പരിചയപ്പെടുത്തുകയും ചെയ്ത അതേ ബീന തന്നെയാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ ഇരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി അവിടുത്തെ കാലം? നമുക്ക് കുറച്ചൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം അല്ലേ? ഞാനൊരു 13 വയസ്സുള്ളപ്പോഴാണ് അവിടെ പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് ഞങ്ങളൊരു 16 കുട്ടികളുടെ സംഘം അന്ന് റഷ്യയിൽ നടന്ന ആർത്തേക്ക് ക്രിമിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, ഉക്രൈൻ റിപ്പബ്ലിക്കിലെ. ഇന്നിപ്പോൾ അതെല്ലാം ഓരോരോ രാജ്യങ്ങളാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു കരിങ്കടലിന്റെ തീരത്ത് ബിയർ മൗണ്ടൻ, കരടിപ്പർവ്വതം എന്ന് പറയുന്നത്, അതിന്റെ തീരത്തുള്ള ഒരുപാട് ചരിവുകളിലുള്ള ഒരുപാട് കൊച്ചു കൊച്ചു കെട്ടിടങ്ങളിൽ ലോകത്തിന്റെ 140ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഒത്തുകൂടിയ ഒരു ക്യാമ്പായിരുന്നു. അതിനകത്ത് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോയ ഒരു സംഘാംഗമായിരുന്നു ഞാൻ. ഇപ്പം ഈ ഒരു മാസം, നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം അവിടെയും ബാക്കി 15 ദിവസം റഷ്യയുടെ മറ്റു ഭാഗങ്ങളിലായിട്ടാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുന്നത്, ഇന്ന് ആലോചിച്ച് നോക്കുമ്പം സ്വപ്നത്തിലോ എന്താണ് പറയുന്ന ഒരു മങ്ങിയ ഒരു ഓർമ്മയായിട്ടൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം ഞാൻ തിരിച്ചു വന്ന ഉടനെ തന്നെ അത് എഴുതിയത് കൊണ്ട് എനിക്ക് തോന്നുന്നു അത് മുഴുവൻ എനിക്കിപ്പോഴും ഓർക്കാൻ പറ്റുന്നുണ്ട്. അന്ന് അത് മാതൃഭൂമിയിലാണ് ആദ്യം ഞാൻ തിരിച്ചു വന്നിട്ട് ആദ്യം മാതൃഭൂമി